ഇപ്പോൾ നമ്മോടൊപ്പം മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സുനിത വിജയനുണ്ട്. സുനിത വിജയൻ, ഒടുവിലിതാ ഒരാരോപണം ഉന്നയിക്കുന്നു. ഉള്ളിലെ പ്രശ്നങ്ങൾ പുറത്തെത്തണം, നന്നാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സിമി റോസ്ബെല്ലിനെ പുറത്താക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സുനിത വിജയൻ, ഹലോ. കേൾക്കാമോ? എനിക്ക് പറയാനുള്ള, എനിക്ക് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞാനൊരു കോൺഗ്രസിന്റെ എളിയ പ്രവർത്തകയാണ്. ഒരു വലിയ പൊളിറ്റിക്കൽ ഫിഗറൊന്നും അല്ല ഞാൻ. വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ പാർട്ടിയിൽ നേരിട്ട, അതായത് 10 വർഷക്കാലമായി ഈ പാർട്ടിയിൽ ഒരു സെയിം വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വളരെ ക്രൂരമായ, അതായത് മയക്കുമരുന്ന് കേസിലെ പ്രതി വരെ എന്നെ അദ്ദേഹത്തിനാക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ എന്റെ നേതൃത്വം എല്ലാ സമയങ്ങളിലും എന്നെ തുണച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത പരാതികൾക്ക് എണ്ണമില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജെബി മേത്തർ, ഞാൻ അവരുടെ സഹപ്രവർത്തകയാണ്. എനിക്കൊരു ദുരനുഭവം, അതായത് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ഭർത്താവിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം, ഞാൻ വോയിസ് ക്ലിപ്പിംഗ് മാപ്പ് പറയുന്ന തെളിവ് സഹിതം ഞാൻ അവർക്ക് പരാതി കൊടുത്തു. അതിന് ഒരു നടപടി ഉണ്ടായില്ല. അതേ മഹിളാ കോൺഗ്രസ് ആണ് ഇപ്പം ശ്രീമതി സിമിയെ ഇപ്പൊ പുറത്താക്കിയത്. അവരോട് ഞാൻ പരാതി കൊടുത്തു. അതിനെതിരെ, കൃഷ്ണകുമാറിനെതിരെ ഇന്ന് വരെ ഒരു വിരൽ നിൽക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ശ്രീ ആനാട് ജയൻ, അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ വളരെ രൂക്ഷമായി, വളരെ വൃത്തികെട്ട ഒരു ഇടപെടൽ എന്നോട് നടത്തി. ഞാൻ ആ സ്പോട്ടിൽ പ്രതികരിച്ചു. അതിനുള്ള ഒരു ആർജവൻ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ എന്റെ മനസ്സിനെങ്കിലും ഞാൻ ജയിച്ചു എന്ന് തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. അതിനുശേഷം ഇത്രയും നാൾ ഈ അടുത്ത കാലം വരെയും എന്നെ ഇങ്ങനെ തുടരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. വ്യക്തമായ പരാതി എഴുതി കൊടുത്തു. എല്ലാ KPCCയുടെ പരാതി സെല്ല് അടക്കം. KPC പ്രസിഡന്റ് പല സമയങ്ങളിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നിന്റെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ പറയുമെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് എന്നെ തുണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ അതിനകത്തു നിന്ന് നേരിടുന്ന അനുഭവങ്ങൾക്കെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവണ്ടേ? പാർട്ടിയല്ലേ, എല്ലാവർക്കും നിൽക്കട്ടെ. തീർച്ചയായും സുനിത വിജയൻ, അതായത് ഈ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവിൻ്റെ പേരിലാണ് താങ്കൾ ആരോപണം ഉന്നയിച്ചത്. അത് പാർട്ടിയുടെ ആഭ്യന്തരമായ രീതികളാണ് അതിന് ഉപയോഗിച്ചത്. എന്നിട്ടും താങ്കൾക്ക് നീതി കിട്ടിയില്ല അല്ലേ? അല്ല, പാർട്ടിയുടെ ഭാഗത്തൊന്നും ഒരു നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പോലീസിൽ കൊടുക്കുന്ന കേസിന് കേസ് ഫയൽ ചെയ്യുന്നതിന് വൈകിപ്പിക്കാൻ ഒരുപാട് സമയം അവർക്ക് കിട്ടി, ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടി. അതൊരു കാര്യം, നടപടി എടുത്തിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ആനാട് ജയൻ എന്ന് പറയുന്ന വ്യക്തി വളരെ വൃത്തികേടായിട്ട്, അതായത് മണ്ഡലം കൺവെൻഷൻ നടക്കുന്ന ആ കൺവെൻഷനകത്ത് മദ്യപിച്ച് വന്നിട്ട് അവിടെ വെച്ചിട്ട് പരസ്യമായി എന്നെ പ്രോസിക്യൂട്ടർ വിളിച്ചു, എല്ലാവരും മുമ്പേലും. ഞാൻ അന്നത്തെ സംസ്ഥാന അധ്യക്ഷ എന്ന് പറയുന്നത് ശ്രീമതി ലതിക സുഭാഷ് ആണ്. അവർക്ക് ഞാൻ അന്ന് പരാതി കൊടുത്തു. അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്ന് ശ്രീ മുല്ലപ്പള്ളി സാറാണ് അന്നത്തെ KPC പ്രസിഡന്റ്. അന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു, സുനിതയുടെ ഭാഗത്താണ്, ഞാൻ അവനെ നിന്റെ മുമ്പേ കൊണ്ടുവന്ന് ഞാൻ അടിക്കാമെന്ന് പറഞ്ഞു. ഞാനിതുവരെ ഒരു നടപടിയും കണ്ടില്ല. ഞാൻ ഊഹാഭോഗം പറയുന്നതോ ഇങ്ങനെ വലിയ വായിൽ നേതാവാൻ വേണ്ടി പറയുന്നതോ ഒന്നുമല്ല. വ്യക്തമായ തെളിവുകളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ പാർട്ടി പ്രവർത്തനത്തിനില്ല, ഞാൻ സ്വമേധയാ മാറി നിൽക്കുവാണ്. അതിന്റെ കാരണം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഞാൻ അടക്കമുള്ള കുറച്ചു പേരെ ഇതിനകത്ത് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. അത്രയ്ക്ക് വലിയ മാരക കുറ്റങ്ങളൊന്നും ഞാൻ പാർട്ടിക്കകത്ത് ചെയ്തിട്ടില്ല. ഇതൊക്കെ നേതൃത്വം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. ആ പവർ ഗ്രൂപ്പിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നവർക്ക് സ്ത്രീകളോട് ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ്? ആരൊക്കെയാണ് അതിന് പ്രൊട്ടക്ഷൻ നൽകുന്ന സംസ്ഥാന നേതൃത്വം? അതിനകത്ത് എനിക്ക് തുറന്നു പറയാൻ ആരെയും ഭയമില്ല. കാരണം ഞാൻ ആരെയും ഭയക്കുന്ന ആളല്ല. എന്റെ ഭാഗത്ത് നീതിയുണ്ട്, ന്യായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ പാലോട് രവി നമ്പർ 1. ആരെന്ത് ചെയ്താലും ഓടിച്ചെന്നാൽ മതി. പുള്ളി ഉടനെ ചോദിക്കും, ഇവിടെ ഒരു പാർട്ടി പരിപാടിയുണ്ട്, ഒന്ന് സാമ്പത്തികമായി സഹായിക്കാമോ എന്ന് ചോദിക്കും. ഉടൻ ഈ കുറ്റം ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്ത ആള് അത് അപ്പൊ കയറിയങ്ങി ഏറ്റാൽ പുള്ളി അവിടെ ഉടനെ ഈ ആരാണോ പരാതി കൊടുത്ത അവരെ വിളിച്ചിട്ട് പറയും, അതങ്ങനെയാണ്, ഇങ്ങനെ അങ്ങ് കളഞ്ഞേക്ക്, ഒന്നും മേലോട്ട് കൊണ്ട് കൊടുത്തിട്ട് ഒന്നുമില്ല. എന്നോട് പറഞ്ഞാണ്, DGPക്ക് പരാതി കൊടുത്താലും സ്റ്റേഷനിലേ വരുവുള്ളൂ. ആലോചിച്ചോളണം. പരാതി കൊടുക്കാൻ പുള്ളിയുടെ പിന്നെ അവിടെ ഒരു ഉപജാപക സംഘമുണ്ട്. സ്ത്രീകളെ ദ്രോഹിച്ചാലും ആണുങ്ങളെ ദ്രോഹിച്ചാലും ആരെ ദ്രോഹിച്ചാലും അദ്ദേഹം പറയുന്നത് GD സതീശൻ സാർ അദ്ദേഹത്തിന്റെ കയ്യിലാണ്, അദ്ദേഹത്തിന്റെ പെറ്റാണ്. ഞാൻ ഒന്നും നീ ചെയ്താൽ ആവില്ല. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ഞാൻ പരാതി കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പഠിക്കട്ടെ എന്ന്. ഞാൻ വനിതകളെ അപമാനിക്കാനോ നേതാക്കളെ അപമാനിക്കാനോ, നിങ്ങൾക്കൊക്കെ അറിയാം, വെഞ്ഞാറമൂട് ജില്ലാ ഡിവിഷൻ, ഞാൻ 10-25 വർഷം കൊണ്ട് ഈ ഫീൽഡ് ഇറങ്ങി ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരി പ്രവർത്തകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കി 2 ആഴ്ച ഞാൻ ഫീൽഡിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിയ ശേഷം ഗൾഫിൽ നിന്ന് ഒരു പ്രവാസിയെ അവിടെ ഇറക്കി. ഞാൻ നിരുപാധികം ഞാൻ മാറിക്കൊടുത്തു. ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയായിട്ട് ഞാൻ മാറിക്കൊടുത്തു. പാർട്ടിക്കെതിരായിട്ട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഈ ശ്രീ ആനാട് ജയനെതിരെ ഫേസ്ബുക്കിൽ പരാതി കൊടുത്ത്, അന്ന് ശ്രീ നെയ്യാറ്റിങ്കര DCC പ്രസിഡന്റാണ്, ഞാനന്ന് പരാതി കൊടുത്തു. ഒരു
നീതി എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പോഴെന്നെ പാർട്ടി പുറത്താക്കി. ഈ 27 ദിവസം. അതായത് ഇന്നർ പരാതി നൽകി അതിലൊരു നടപടിയുമില്ല. ഒടുവിൽ ഫേസ്ബുക്കിൽ ഇത് പ്രതിഫലിച്ചപ്പോൾ ഉടനെ പുറത്താക്കി അല്ലേ? പുറത്താക്കി. പക്ഷെ അപ്പോഴും എന്നെ തുണയ്ക്കാൻ എന്റെ പ്രാദേശികമായ നേതൃത്വം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 27 ദിവസം എന്നെ പുറത്തു നിന്ന് പാർട്ടി തിരിച്ചെടുത്തു. ഈ പാലോട് രവി VD സതീശൻ നെക്സസ് ആണോ ഇത്തരത്തിൽ താങ്കൾക്ക്? എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ റോൾ എനിക്കറിയില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു നേതാവിന്റെ തിന്മയിൽ പോകുന്ന ആളല്ല. ഞാൻ നടക്കുന്ന അദ്ദേഹം തന്നെ ഇതിനകത്ത് ചുക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ തുലയ്ക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായ മറുപടി ഓരോ പ്രവർത്തകർക്കും പറയാൻ കഴിയും. ശ്രീ പാലോട് ഇപ്പോൾ തന്നെ ഈ ആനാട് ജയൻ എന്ന് പറയുന്ന കക്ഷി പാലോട് രവിയുടെ ശിഷ്യനാണ്. അദ്ദേഹം എന്ത് കാണിച്ചാലും ഒപ്പം നിന്ന് കൈയടിക്കുന്ന ആളാണ് ശ്രീ പാലോട്. എന്ത് കാണിച്ചാൽ ഈ പാലോട് രവി എന്താണ് പറഞ്ഞത് VD സതീശനെ കുറിച്ച്? VD സതീശൻ എല്ലാവിധ പരാതിയും കൊണ്ട് പോയിട്ട് നീ പരാതിയും കൊണ്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ ഞാൻ പറയുന്ന ഞാൻ DCC ജില്ല ഭരിക്കുന്ന ആള് ഞാനാണ്. ഞാൻ പറയുന്നതിനപ്പുറം അദ്ദേഹം ഒന്നും ചെയ്യില്ല. അദ്ദേഹം അതങ്ങനെ തന്നെ തെളിയുകയും ചെയ്തു. ഇനി അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം, ശ്രീ ആനാട് ജയൻ എന്ന് പറഞ്ഞ ആള് ഒരു ഭാരവാഹിത്വം ഉള്ള ഒരാളുമല്ല. ഇത് എല്ലാ കോൺഗ്രസ്സുകാർക്കും പറയാനുള്ള പരാതിയെ ഞാൻ ഈ പരാതിയായിട്ട് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനങ്ങൾ ഈ പാർട്ടിക്കകത്തില്ല. പക്ഷേ പാർട്ടി ഇടുന്ന ഏത് പരിപാടികളിലായാലും ഒന്നിൽ ശ്രീ DC പ്രസിഡന്റ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഈ പറഞ്ഞ ആനാട് ജയൻ അധ്യക്ഷനാകും, അല്ലെങ്കിൽ സ്വാഗത പ്രസംഗികനാകും. ഏതെങ്കിലും ഒരു വൈറ്റൽ റോൾ ഈ ആനാട് ജയന് കൊടുത്തിരിക്കും. അതിന്റെ ഉൾവിളി എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഇതൊക്കെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം ആനാട് ജയൻ ആരാ? ഒരു സ്ത്രീയോട് സ്ത്രീയെ അപമര്യാദയായിട്ട് പെരുമാറി. നിങ്ങൾക്കറിയോ, എന്നെ മയക്കുമരുന്ന് കേസിലെ പ്രതിയാക്കി. 3 കുട്ടികളുടെ അമ്മയാ ഞാൻ. അതൊക്കെ ഞാൻ സഹിക്കാം. പാർട്ടി എന്നെ പുറത്താക്കി. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ എന്നെ പുറത്താക്കി. ഞാനൊരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. 10-24 വർഷമായി ഈ പാർട്ടിയിൽ വന്നിട്ട് എന്റെ വീടിന്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് അനാശാസ്യ പ്രവർത്തനത്തിൽ പുറത്താക്കി പോസ്റ്റ് ഒട്ടിച്ചു. ആര് സഹിക്കും ഈ പാർട്ടിയിൽ? എവിടെ പോയി KPCC DCC അന്ന്? ആരെങ്കിലും മറുപടി പറയേണ്ടത്? മറുപടി പറയട്ടു. ഒരാളെ ഇത്രയും കാലം കൊണ്ട് ദ്രോഹിക്കുന്നു. എവിടെ പോയി? ദീപ 2 വർഷം മുമ്പ് പാർട്ടി വന്ന ദീപാനിലൊക്കെ ചിരിക്കും. സുനിതയുടെ കണ്ണുനീര് കണ്ട് ചിരിക്കും. കരയരുത്. കരയാൻ വേണ്ടി കരയുന്നതല്ല, കരഞ്ഞു പോകുന്നതാണ്. നേരെ നമ്മൾ നീന്തുമ്പോ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി മുകളിലുണ്ട്. ദൈവം നോക്കൂ ഞാൻ ആരെയും വിമർശിക്കാനും ഒന്നുമല്ല, ഊഹാഭോഗം വെച്ച് പറയുന്നതല്ല. വ്യക്തമായ തെളിവോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. എവിടെ വേണമെങ്കിലും ഞാൻ തെളിവ് ഹാജരാക്കാം. ഞാൻ KPCCയിലും DCCയിലും അച്ചടക്ക സമിതിയിൽ അടക്കം ഞാൻ കൊടുത്ത പരാതിയാണെങ്കിൽ ഞാൻ ഹാജരാക്കാം. എല്ലാരും എന്നോട് പറയുന്നതാണ് ഒരിക്കലത്തേക്ക് മാപ്പ് കൊടുക്കും. ഇവർക്ക് ഈ മാപ്പ് സിസ്റ്റം മാത്രമേ ഉള്ളൂ KPCCക്ക്. ഈ മാപ്പ് കൊടുക്കണം, ഇങ്ങനെ പരാതിയുമായി എത്തിയപ്പോൾ മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഏതൊക്കെ നേതാക്കന്മാരാണ്? സുനിത, ഒരാള് ശ്രീ മുല്ലപ്പള്ളി എന്നോട് പറഞ്ഞു, അവനെ ഞാൻ നിന്റെ മുമ്പേ കൊണ്ടുവന്ന് ഞാൻ അടിക്കുന്നു എന്നോട്. രണ്ടാമത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ എനിക്ക് ഉറപ്പ് തന്നതാ കൃഷ്ണകുമാറിന്റെ കാര്യത്തിനകത്ത്. എനിക്കറിയാം ബിന്ദു കൃഷ്ണയുടെ ഇടപെടൽ ഉണ്ടാവും, അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു അടി കൊടുത്തിട്ട് വരാത്തത്, നീ ചട്ടമ്പിയാണ്, അടിക്കുന്ന ആളാണല്ലോ, നീ എന്താ അടിക്കാത്തതെന്ന്. ഞാൻ സാർ പബ്ലിക്കിന്റെ മുമ്പേ വെച്ചിട്ടാണ് ആ സംഭവം ഉണ്ടായത്, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ പിന്നെ രാഷ്ട്രീയ അല്ലേ, കോൺഫ്ലിക്ട് ഒരുപാടാണല്ലോ, അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. പിന്നെ അന്നത്തെ ആ വിഷയത്തിനകത്ത് ഇപ്പൊ ശ്രീകുമാർ സാർ പറഞ്ഞു പബ്ലിക്കായിട്ട് ഇങ്ങനെ പാർട്ടിക്കെതിരെ പ്രതികരിക്കുന്നു. സാധാരണക്കാരായ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ എവിടെയാ പ്ലാറ്റ്ഫോം? റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കയറുന്ന പറയാൻ പറ്റുമോ എനിക്കിത്? ഒരവസരം തരണ്ടേ? ഞങ്ങൾ കൊടുക്കുന്ന പരാതിന്മേൽ ഒരു അന്വേഷണം നടത്തണ്ടേ? DCC പ്രവർത്തന അന്വേഷണ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ശ്രീ പാലോട് രവി നിശ്ചയിക്കുന്ന 1-2 പേരിങ്ങനെ ഉണ്ട്. അവരോട് വിളിച്ച് കൊടുക്കും. അവർ നമ്മളെ വിളിക്കും. അവർ തന്നെ പറയും അങ്ങ് കള. ഇതെന്ത് നടപടിയാ? സ്ത്രീകൾക്ക് എന്തെങ്കിലും ഇതിനകത്തൊരു അവസ്ഥ നേരിട്ടാൽ അവസ്ഥയ്ക്കൊന്ന് പറയാനൊരു ആശ്വാസ കേന്ദ്രം ഉണ്ടാവണ്ടേ? അതുകൊണ്ടാ ജബി മേത്തർ, ഞാൻ അവരുടെ സഹഭാരവാഹിയായിരുന്ന ആളെ, അവർക്കാണ് ഞാൻ ആദ്യം ആ വോയിസ് ക്ലിപ്പിംഗ് അയച്ചു കൊടുക്കുന്നത്. കൃഷ്ണകുമാർ മാപ്പ് പറയുന്നത് അവരെന്റെ അടുത്ത് പറയുകയാണ്, അവന് അതൊക്കെ വിട്ടേക്ക്, ഇത് പാർട്ടിയാണ്. അവർക്കാണ് ഈ അനുഭവം നേരിട്ട് അവരെന്ത് ചെയ്യും? ഞാനിത് ഊഹാപോയം. പക്ഷെ അന്ന് തന്നെ പാർട്ടി പുറത്താക്കിയില്ല. കാരണം എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാകാം അന്ന് പാർട്ടി പുറത്താകാത്തി. അപ്പം ഞാൻ അതോടുകൂടി ഒതുങ്ങി കയറിയതാണ്. ഞാൻ ഒരു പാർട്ടി പുറത്ത് ഒന്നിനും ഇറങ്ങാറില്ല. ഇപ്പൊ അടൂർ പ്രകാശിന്റെ ഇലക്ഷൻ ഞങ്ങളുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് ഞാൻ അവിടെ, നിങ്ങൾക്കറിയോ, ഞാൻ എന്റെ മണ്ഡല കമ്മിറ്റിയിൽ എന്നെ വിളിച്ചിട്ട് എത്ര വർഷമായിരുന്നു. അത് ശ്രീ ആനാട് ജയൻ ചുക്കാൻ പിടിക്കുന്ന പാലോട് രവി അടങ്ങുന്ന ഉപജാപക സംഘമാണ് അതിന്റെ പുറകെ.
ഒരാളെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്നെങ്കിലും ഇതൊക്കെ ആരെങ്കിലും ഒക്കെ അറിയണ്ടേ? നേതൃത്വം അറിയണ്ടേ? ചിലപ്പോൾ നേതൃത്വം അറിയുന്നില്ലായിരിക്കാം. കാരണം പാലോട് രവി ആ കോക്കസ് വരെ ഇതൊക്കെ എത്തുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അല്ല, കെ സുധാകരനോടും മുല്ലപ്പള്ളിയോടും ഒക്കെ താങ്കൾ ഇത് പറഞ്ഞില്ലേ? എന്നിട്ട് അവരൊന്നും ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മാപ്പ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 2-3 മാപ്പ് ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്റെ കയ്യിൽ കൊടുക്കാൻ മാപ്പില്ല, തീർന്നു. ക്രിമിനൽ കുറ്റമാണ്. അതായത് ഒരു സ്ത്രീ ശാരീരികമായി പീഡനം നേരിട്ടു എന്ന് പറയുമ്പോൾ അത് മാപ്പ് നൽകി ഒതുക്കൂ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. തീർച്ചയായും ഈ കെ സുധാകരനും പാലോട് രവിയും ആനാട് ജയനും ഒക്കെ നിയമവിരുദ്ധതയാണ് കാട്ടിയത്. ഇതൊക്കെ പുറത്തു വരികയാണ്. വി കെ സനോജ് ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട് ഞാൻ അടി കൊടുത്ത മനുഷ്യൻ ഞാൻ നോക്കിയപ്പോ നിയമസഭാ സ്ഥാനാർത്ഥി. എവിടെ നടക്കും ഇതൊക്കെ? എവിടെ നടക്കും? അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, വ്യക്തമായ തെളിവ് എവിടെ വേണമെങ്കിലും ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. ഞാൻ കൊടുത്ത പരാതികളുടെ എണ്ണമറ്റ പരാതികൾ. താങ്കളെ ശാരീരികമായി അങ്ങനെ പീഡിപ്പിച്ച സമയത്താണോ താങ്കൾ അടിച്ചത്? അടിച്ചു. ഞാൻ എനിക്ക് എന്റെ ദേഹത്ത് എന്റെ അനുവാദമില്ല തൊടുന്നവന് അവന്റെ കൈ വെട്ടുക എന്നുള്ളതാണ് എന്റെ ഒരു നീതി. പക്ഷെ എനിക്ക് അപ്പോഴത് പറ്റിയില്ല. അപ്പൊ കൊടുത്തു. ആ സ്പോട്ട് പ്രതികരിച്ചു. അത് കൃഷ്ണകുമാറിനാണോ? കൃഷ്ണകുമാറില്ല, ശ്രീ ആനാട് ജയൻ. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർജവം എനിക്കുണ്ട്. ഞാൻ പ്രതികരിച്ചു. ഞാൻ അതിനുശേഷം പരാതിയും കൊടുത്തപ്പോഴത്തേക്കും അയാൾ ഈ ആനാട് ജയൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആനാട് ജയൻ പറയുന്ന വി ഡി സതീശൻ സാർ അയാളുടെ പെറ്റാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അവിടെ നടക്കുള്ളൂ, നീ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്. ഇപ്പൊ ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ അതിനകത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തുന്നത് ഏത് പാർട്ടി നടക്കും? അതൊക്കെ ഏത് പാർട്ടി നടക്കും? അതൊക്കെ